ഭയങ്കര സന്തോഷത്തോടെ കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ എനിക്കൊരു അവാർഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ഹാപ്പിനെസ്സിൻ്റെ മെയിൻ റീസൺ ആയിട്ടുള്ളത്. എനിക്ക് എന്താ ഒത്തിരി സന്തോഷം ഈ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സ്വീറ്റ്സിൻ്റെ ഒരു ബോക്സും കൂടെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ തുറന്നപ്പോഴേക്കും ഫസ്റ്റ് ഉണ്ടായിരുന്നത് ടിഷ്യൂ പേപ്പർ ആയിരുന്നു. ടിഷ്യൂ പേപ്പറും പിന്നെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നത് സ്വീറ്റ്സ് ആയിരുന്നു. കുറച്ചധികം തന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. കേക്ക്, പേട, ജിലേബി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ. അപ്പം അന്ന് എനിക്ക് എന്തോ കേക്ക് മാത്രമേ ഞാൻ തോന്നിയുള്ളൂ. ഒരു പ്ലം കേക്ക് പോലത്തെ ഉണ്ടായിരുന്നു. അപ്പം അത് മാത്രം ഞാൻ തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ ഞാനൊരു കയറ്റി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ സമയത്തൊന്നും തിന്നാൻ തോന്നിയില്ല, മധുരമായിട്ടൊന്നും തിന്നാൻ തോന്നിയില്ല. അപ്പം അതൊക്കെയായിരുന്നു എനിക്ക് അന്ന് അതൊക്കെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഇത്ര സാധനങ്ങളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പഠിക്കാനൊക്കെ ആയ സാധനങ്ങളൊക്കെ സെറ്റാക്കി. പക്ഷെ എനിക്ക് എന്തോ എരിവുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കി. ഈ സാൻഡ്വിച്ച് അടിപൊളിയാട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യാൻ, ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാൻഡ്വിച്ച്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഒരാഴ്ച ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സാധനം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ട് ഞാൻ കുറച്ച് യൂട്യൂബിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് തീരുന്നത് ജസ്റ്റ് കണ്ടു. പിന്നെ അതിനുശേഷം ഞാൻ IP പഠിക്കാൻ വിചാരിച്ചു. എനിക്ക് IP ദിവസങ്ങളൊന്നുമില്ല. എൻ്റെ ഏതോ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ IP ആണ്. അപ്പോൾ IP സ്റ്റഡി ലീവ് ഇല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ IP സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും പെട്ടുപോകും. അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാക്സിമം IP സിലബസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. വേറെ ഒന്നും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ IP എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒത്തിരി പ്രാവശ്യം ഇത് റിവൈസ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ. പക്ഷെ എന്നാലും ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പോവാണ്. അതുപോലെ തന്നെ എഴുതുന്നുണ്ട്. എഴുതിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് സോൺ ഔട്ടായി പോകും. ഞാൻ വേറെ ലോകത്തായി പോകും. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുന്നതോടൊപ്പം തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിൽ ഈ കാര്യം പറയുന്നതാണ്. ഇന്ന് ചെയ്താൽ മാത്രമേ എനിക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. ഞാൻ ആദ്യമേ വീഡിയോ കണ്ടുകൊണ്ടായിരുന്നു പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ വീഡിയോ മാറ്റി വെച്ച് എനിക്കെന്തോ വീഡിയോ കണ്ടിട്ട് പഠിക്കലൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പിന്നെ വീഡിയോ കണ്ടിട്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നോർമലായിട്ട് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് വായിക്കുക. അതെനിക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത്. പിന്നെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടേംസ് ഒക്കെ അങ്ങനെ തന്നെ എഴുതണ്ടായിട്ട് ഇപ്പം അതൊക്കെ എഴുതി പ്രോപ്പറായിട്ട് എഴുതിയിരിക്കുകയാണ്. പിന്നെ IP ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നല്ല തിയറിയാണ്. മൊത്തത്തെ തിയറിയാണ്. കമ്പ്യൂട്ടർ സിസ്റ്റമോ അങ്ങനെ കൊണ്ട് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ആ ചാപ്റ്റർ മൊത്തം തിയറിയാണ്. പിന്നാണ് നമുക്ക് കുറച്ച് ചെയ്യാനൊക്കെ വരുന്നത്. അതൊക്കെ അടിപൊളിയാണ്. പൈത്തണൊക്കെ പഠിക്കാനൊക്കെ അത്യാവശ്യം രസമാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് പൈത്തണൊക്കെ. അപ്പം ഈ ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് തിയറി ആയതുകൊണ്ട് വലിയ താല്പര്യമില്ല. അതിന്റെ ചില പോർഷൻസ് ഒക്കെ കുഴപ്പമില്ല. ഈ ബൈറ്റ്സും ബിറ്റ്സും ഒക്കെ പഠിക്കുന്ന ആ ഒരു ഏരിയ, കാൽക്കുലേഷന്റെ ഒക്കെ ഏരിയ. അപ്പൊ അതൊക്കെ രസമുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ തിയറി പോർഷൻ പഠിക്കുമ്പോഴേ കുറച്ച് ഉറക്കം വരും. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ എനിക്ക് വലുതായിട്ട് പിടുത്തമില്ലാത്തൊരു ഏരിയയാണ് ഈ IP ആ ഒരു ഏരിയയൊക്കെ. അപ്പൊ അത് പഠിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് എനിക്ക് ഒരു ടച്ച് ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് താല്പര്യമില്ലാത്ത സാധനം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതൊരു പ്രശ്നമാണ്. പക്ഷെ പൈത്തൺ, ലിസ്റ്റ്, ഡിക്ഷണറി അതൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം അത്യാവശ്യം രസമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.